ഉണ്ടലൊക്കെ പറ്റുമല്ലേ? അതിനനുസരിച്ച് ഇതിന് 1 കപ്പ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൂണിന് 1.25 സ്പൂണ് ജീരകമാണ് ഞാൻ അളവെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ വലിയ കപ്പിന് ഇതുപോലെ 1.5 കപ്പ് എന്തോ അളവ് വരും. വലിയ നിറച്ചുണ്ടായിരുന്നു. ഈ ഒരു പാത്രം നിറയാണ് എടുത്തത്. അപ്പോൾ അരച്ചെടുത്തപ്പോഴത്തേക്ക് ഇത്രയും കിട്ടിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇതിന് 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള അളവ് വേണം ഗൈസ്. അളവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ 1 കപ്പ് അളവിനാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. എണ്ണ ചൂടായതിനു ശേഷം ഇതൊക്കെ തട്ടത്തുള്ളൂ. അപ്പം ഗൈസ് ഞാൻ എണ്ണ ചൂടായേ. അപ്പം ഞാൻ ആ ഫസ്റ്റിൽ ഉള്ളിയാണ് ഇടുന്നത്. നല്ല എണ്ണ ചൂടായതിനു ശേഷം ഇടാവും. അപ്പം ഞങ്ങൾ ഉള്ളി കഴുകിയിട്ടെന്നില്ല. ഉള്ളി വാങ്ങിച്ച് അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയുടെ വെള്ളമാണ് ഇതിലോട്ട് ഇട്ടപ്പം പതഞ്ഞു വന്നു. ഈ ഉള്ളി ഒന്ന് ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീരകം ഇടാം. പക്ഷെ ഇത് നല്ല മരുന്നാണ് ഗൈസ്. എനിക്ക് അനുഭവമുണ്ട്. പിന്നെ ഇത് ബാക്കി മരുന്നും കൂടെ ഇട്ടിട്ട് കാണിച്ചിട്ട് പിന്നെ അത് രണ്ടും ചൂടായി. അപ്പം ഞാൻ ഈ മരുന്നും കൂടെ ഇടാം. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇത് എന്താണ് അവസ്ഥയെന്ന്. വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്. ഇപ്പോൾ ലാസ്റ്റ് കാണിക്കാം ഗൈസ്. കണ്ട അപ്പോൾ എണ്ണയുടെ അവസാനഘട്ട പണിയിലേക്കാണ് ഇത്. അവസാനത്തെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ ലാസ്റ്റ് ഇത് ഇങ്ങനെ വരും. ഇനി ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഒരു തിരുത്തലുണ്ട് ഗൈസ്. ഇത് 300 കപ്പിൻ്റെ ഒരു ഗ്ലാസ്സാണ്. വലിയ കപ്പാണ്. അപ്പം ഒരു 1/2 കിലോയുടെ എണ്ണ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതൊരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എടുത്തിട്ട് ഞാൻ അതിലെ മരുന്നെല്ലാം കൂടെ തട്ടി എനിക്ക് മരുന്ന് അധികം ആവണതുപോലെ തോന്നി. അപ്പം ഇതിൽ ബാക്കി 200 ഗ്രാം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. മരുന്ന് അധികമായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പോരുമ്പം കാണിച്ചു തരാം. അപ്പം ഗൈസ് ഞാൻ എണ്ണ കാച്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ എണ്ണ ഊറ്റിയെടുക്കാൻ പോകണം. ഈ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് കുപ്പിയിലോട്ട് മാറ്റാം. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകും ഗൈസ്. കളയാതെ എടുക്കേണ്ടതാണ് ഗൈസ്. ഇതിൽ എണ്ണയുടെ കളർ ഉണ്ടോ? ഈ കളറിൽ വരണം. കാണിച്ചു തരാം. അരക്കിലെ എണ്ണ കാച്ചി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എണ്ണ കാച്ചിയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പം ഇനി ഇതിന് നമുക്ക് ആവശ്യത്തിന് ഉള്ളിലും കഴിക്കാൻ, പുറത്തും ഇടാം. അതുപോലെ തന്നെ ഇതിൻ്റെ കക്കം ഇതില്ലേ, ഈ സാധനം വാരി നമുക്ക് ശരീരം മൊത്തം തേച്ചിട്ടിട്ട് 1 മണിക്കൂർ 1/2 മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കാം. തിന്നാൻ പറ്റത്തില്ല. ഇതിൽ ജീരകം, ഉള്ളി, പച്ചില മരുന്നെല്ലാം ചേർന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നതിൻ്റെ. അപ്പം ഗൈസ് ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ എണ്ണ നല്ല എണ്ണയാണ്. കണ്ട 1/2 കിലോ എണ്ണയ്ക്ക് 1/2 കിലോ എണ്ണ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ 1/2 കിലോ എണ്ണയിലുള്ള ആ മരുന്നാണിത്. അപ്പോൾ ഇത് കാച്ചി എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മരുന്ന് ഇത്രയും കൊണ്ട് എന്തെല്ലാം ഉപകാരം ഉണ്ടെന്ന് പറയാം. ദേഹത്തെ ചൊറിയും ചിരങ്ങും എല്ലാം മാറും. ശരീരത്തിന് ഉള്ളിൽ നമ്മൾ കഴിച്ചാൽ ഉള്ളിലുള്ള എന്തെങ്കിലും ചിരങ്ങൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വന്നിട്ട് തന്നെ അത് കരിയും. നമ്മുടെ ശരീരത്തിൽ കുഞ്ഞു വാവന്മാർക്ക് പറഞ്ഞില്ലേ കരപ്പം പോലത്തെ അസുഖം, അതിനൊക്കെ പറ്റിയ എണ്ണയാണ്. അത് വലിയവർക്കും ഇടാം, കുഞ്ഞു വാവന്മാർക്കും ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മരുന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ. ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊച്ചുള്ളി, ജീരകം,
പച്ച വെളിച്ചെണ്ണ, പിന്നെ ഉളം തമരയിലെന്ന് പറഞ്ഞ എണ്ണ ചെടിയാണ്. അത് എപ്പോഴെങ്കിലും ഞാൻ കാണുമ്പോൾ എനിക്ക് കിട്ടിയാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഉളം തമരയില, അതിൻ്റെ വിത്ത് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം. ബൈ.